ഹായ്. ഇന്ന് കുക്കിംഗ് ഉണ്ട്. എല്ലാ ദിവസവും നമ്മൾ കുക്ക് ചെയ്യാറില്ല, ഒരു 3 ദിവസം കൂടുമ്പോഴേ വയ്ക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് ചോറുണ്ട്, ചോറ് വയ്ക്കുന്നില്ല. അപ്പോൾ ഇന്ന് സാമ്പാറും ഉണക്ക നെത്തോലിയുണ്ട്, അതും കൊണ്ടൊരു ചമ്മന്തി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് വേറൊന്നും കുക്ക് ചെയ്യുന്നില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ സൗണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിൽ വന്നിട്ട് വോയിസ് ഓവറോട് കൂടിയാണ് വീഡിയോ എടുത്തത്. അപ്പം എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചണിൽ വേറെ ആൾക്കാർ വന്നു. കാരണം ഇതൊരു കോമൺ കിച്ചണായിരുന്നു. അപ്പോൾ ഇവിടെ വേറെ ആൾക്കാർ വരുമ്പോൾ നമുക്കങ്ങനെ വോയിസ് ഇടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ വോയിസ് ഞാനങ്ങനെ മ്യൂസിക് കൂടുതലിട്ടിട്ട് മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂട്ടിയിട്ട് എൻ്റെ വോയിസ് ഞാൻ കുറച്ച് വെച്ചത്. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പം അത് മ്യൂട്ട് ചെയ്തിട്ടാൽ നിങ്ങൾ വിചാരിക്കും ഇതെന്താ കേൾക്കുന്നില്ലല്ലോ എന്ന്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വോയിസ് അതിൽ വോളിയം കൂട്ടിയിട്ട് മ്യൂസിക്കിന് കൂടുതൽ വോളിയം ഇട്ടതാണ്. അപ്പോൾ ഇന്ന് ഞാൻ കിച്ചണിൽ ആരുമില്ല, അപ്പോൾ അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുത്തത്. പിന്നെ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കുക്കിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ സാമ്പാറും ഉണക്കമീൻ ചമ്മന്തി. നമ്മൾ സാമ്പാറിന് നമ്മൾ ഈ ചുമന്ന പരിപ്പാണ് ഉപയോഗിക്കാറ്. ഇതാകുമ്പോൾ പെട്ടെന്ന് വേകും, അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിലും പെട്ടെന്ന് വേകുമല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ ചുമന്ന പരിപ്പാണ് വാങ്ങിക്കാറ്. അപ്പോൾ ഞാൻ ആദ്യം പരിപ്പ് കഴുകി കുക്കറിലിടാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും സവോളയും കൂടെ ഒരുമിച്ച് കുക്കറിലിട്ടടിക്കും. ബാക്കി കഷ്ണങ്ങളെല്ലാം അല്ലാതെ വേവിക്കാം. അപ്പോൾ ഞാനിതാ ഉരുളക്കിഴങ്ങും ഉള്ളിയും ക്യാരറ്റും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് വേവിക്കാൻ വെക്കാം. അടുക്കളയിൽ കുക്കിംഗ് ചെയ്യുമ്പം പാട്ട് കേൾക്കുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടോ? എനിക്കെപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ പാട്ടാണ് കേൾക്കുന്നത്. പിന്നെ നമുക്കിത് വേവിക്കാൻ വെക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്ക് കിച്ചണിലെ ആൾക്കാർ വന്നു. അതുകൊണ്ട് ഞാൻ സാമ്പാറിൻ്റെ ഫുൾ വീഡിയോ എടുക്കുന്നില്ല. എൻ്റെ യൂട്യൂബ് ചാനലായ താമിയ കിച്ചണിലുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട്, കാണിച്ചു കേട്ടോ. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ഫ്രൈ ചെയ്തിടാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും മീൻ കഴുകിയെടുത്ത് മുളകൊക്കെ പറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ വൃത്തിയാക്കിയിട്ട് ഇനി പോകാം. അപ്പോൾ ഈ വോയിസ് കൊടുത്തതിൽ കുറച്ച് സൗണ്ട് AC-യുടെ സൗണ്ട് കേട്ടോ. ചമ്മന്തി പൊടിക്കുന്നത് നമ്മൾ റൂമിൽ നിന്നാണ് പൊടിക്കുന്നത്, മിക്സി റൂമിലാണുള്ളത്. അപ്പോൾ ചമ്മന്തി റൂമിൽ നിന്ന് പൊടിക്കും. ഓക്കെ, ബൈ. അപ്പോൾ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മീൻ ഇത് ചമ്മന്തി അരയ്ക്കാൻ പോകണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇതാ മീൻ ചമ്മന്തി റെഡിയാക്കി. അപ്പം നമുക്ക് ടേസ്റ്റ് ഉണ്ടോ നോക്കാം. സൂപ്പറാണ്. ഒരു സ്വല്പം എരി കൂടിപ്പോയി, കുഴപ്പമില്ല. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.